Hello everyone, welcome back to our channel Shuttu and Mama. അങ്ങനെ എൻ്റെ ബ്രഷിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. സോ ഞാൻ ഇനി ചായ വെക്കാൻ പോവാണ്. ചായ കുടിച്ചിട്ട് ഷുട്ടിന് ഫുഡ് കൊടുക്കണം. അവൾ രാവിലെ ഭയങ്കര അലമ്പാണ്, ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാണ്. സോ ഞാൻ ചായ വെക്കട്ടെ. ചായ റെഡി ആയിട്ടുണ്ട്. ഞാൻ ചായ കുടിക്കാൻ പോവാണ്. അപ്പോഴേക്കും ഞാൻ ഷുട്ടുവിൻ്റെ ബോട്ടിലൊക്കെ ഒന്ന് സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി വെച്ചു. ഇനി ഞാൻ പോയി ചായ കുടിക്കട്ടെ. അപ്പോൾ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉപ്മാവായിരുന്നു. ഉപ്മാവും ചായയും എടുത്തു. ഞാൻ ഷുട്ടു ഉപ്മാവ് അത്ര കുടിക്കില്ല, അതുകൊണ്ട് അച്ഛ ഓട്സ് കുടിക്കുമ്പം അവൾ കുറച്ച് ഓട്സ് ഞാൻ വിചാരിച്ചു അത് കുടിച്ചോട്ടെ എന്ന്. അങ്ങനെ ഇതാ എൻ്റെ ചായ കുടിയൊക്കെ കഴിഞ്ഞു. ഞാൻ അതാ പുറത്ത് വരുമ്പോൾ അച്ചാച്ചനും മോളും കൂടെ ഭയങ്കര തകൃതിയായിട്ടുള്ള കളിയിലാണ് അവളിങ്ങനെ ഒരു കുറുമ്പൊക്കെ കാണിച്ച് ഇങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവള് കുറച്ച് ഓടിച്ചു കുടിച്ചുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വല്ലതും കൊടുക്കാന്ന്. അങ്ങനെ ഇതാ കണ്ടില്ലേ, എന്തൊക്കെയോ കളിയാണ്. അപ്പൊ ഇതാ അമ്മമ്മ ഫിഷ് മുറിക്കുമ്പോൾ അത് കാണണമെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇന്ന് ചെമ്മീനായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. സോ അമ്മ അത് കട്ട് ചെയ്യായിരുന്നു. ഷുട്ട് ഭയങ്കര ഫിഷ് കൊതിച്ചാണ്. അവൾക്ക് ചിക്കനൊന്നും അത്ര ഇഷ്ടമല്ല, പക്ഷെ മീൻ എന്തായാലും വേണം, ഫുഡ് കഴിക്കണം, ചോറുണ്ണണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആള്. അപ്പോൾ അവിടെ ഇരിക്കുന്ന സമയത്ത് ഞാൻ പോയി എൻ്റെ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ നേസനമ്മയുടെ ഓൾറെഡി ഒരു ബോട്ടിൽ തീർന്നിരിക്കുകയാണ്. എന്നാലും പിന്നെ നമ്മൾ മലയാളീസ് വേസ്റ്റ് ചെയ്യില്ലല്ലോ, അതിൽ ബാക്കിയുള്ളതും കൂടെ തട്ടിയെടുക്കാന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ അതും കൂടെ എടുത്ത് അങ്ങനെ സ്കിൻ കെയർ ഒക്കെ ചെയ്യാന്ന് വിചാരിച്ചു. ഒന്നുമില്ല, ജസ്റ്റ് നിയാസിനമൈഡ് അപ്ലൈ ചെയ്ത് ഒരു ലിപ് ബാം ഇടാന്ന് വിചാരിച്ചു. ബാക്കിയൊന്നും നോക്കാൻ അങ്ങനെ മടിയാണ് ഭയങ്കരമായിട്ട്. വല്ലപ്പോഴും മാത്രമേ മോയ്സ്ചറൈസർ പോലും ഞാൻ അപ്ലൈ ചെയ്യാറുള്ളൂ. പിന്നെയല്ലേ സൺക്രീം. ആകെ എപ്പോഴും ഞാൻ ചെയ്യുന്നത് ഇതാണ്. ഇത് ബിക്കോസ് എനിക്ക് നല്ല ഡാർക്ക് സ്പോട്ട്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത് പോവാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇത് തന്നെ യൂസ് ചെയ്യുന്നത്. അപ്പോഴേക്കും ഇതാ ഷുട്ടൂപ്പി അമ്മേനെ കാണുന്നില്ല എന്നും പറഞ്ഞ് ഓടി വന്നിട്ടുണ്ട്. അവളുടെ മെയിനായിട്ടുള്ള പരിപാടി ഇതാണ്, സ്റ്റോപ്പർ ഊരിയെടുക്കുക. വാതിലിന്റെ ഡോറിന്റെ ബാക്കിലുള്ള സ്റ്റോപ്പർ ഊരിയെടുക്കുക. ഭയങ്കര പണിപ്പെട്ട് സ്റ്റോപ്പർ ഊരിയെടുത്തുകൊണ്ടിരിക്കുന്ന പരിപാടിയിലാണ്. ഇതാണ് ഇപ്പോഴത്തെ ഇവളുടെ പുതിയ വിനോദം എന്ന് പറയുന്നത്. അതുകൊണ്ടിപ്പം കൂടുതൽ ടൈം ശ്രദ്ധിക്കേണ്ട അവസ്ഥയാണ്. ബിക്കോസ് അകത്ത് കയറി വന്ന് ലോക്ക് ഇട്ടാലോ, അതുകൊണ്ട് വന്നു കുറുമ്പി 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 കുറുമ്പി. എന്താ ഒരു ഹായ് ഗൈസ് പറയോ? ഹായ് ഗൈസ് വന്ന്, ഹായ് ഗൈസ് വന്ന്. അയ്യേ, അങ്ങനെയാണോ പറയാ? കഴിഞ്ഞോ? സ്റ്റോപ്പർ ഊരി കഴിഞ്ഞോ? കഴിഞ്ഞോ? കഴിഞ്ഞു. അമ്മന്റെ ചക്കര കുട്ടി ആരാ? ആരാ?
അല്ല നീയാ പിന്നെ ഒരു 11 മണി 11:30 ആവാനായപ്പോൾ ഞാൻ ഷുട്ടൂന് റാഗി കൊടുക്കാന്ന് വിചാരിച്ചു. അവള് രാവിലെ കുറച്ച് ഓട്സ് കുടിച്ചതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ എനിക്ക് വേണ്ടി ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കാന്ന്. പിന്നെ ഞങ്ങളുടെ അവിടെ നല്ല പഴുത്ത ആത്തച്ചക്ക കിട്ടും. ഞാൻ അങ്ങനെ ഓറഞ്ച് ജ്യൂസും ആത്തച്ചക്കയും കൂടെ കഴിച്ചു. ഷുട്ടൂന് ഞാൻ റാഗിയും കൊടുത്തു. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അവളെ വേഗം തന്നെ ഉറക്കി. അല്ലെങ്കിൽ പിന്നെ ലേറ്റ് ആയാൽ പിന്നെ അവള് ഭയങ്കര ക്രാങ്കി ആവും. അതുകൊണ്ട് ഞാൻ വേഗം തന്നെ പിടിച്ച് കിടത്തി ഉറക്കി. അങ്ങനെ ഷുട്ടൂനെ ഞാൻ വേഗം ഉറക്കി. ഇന്ന് വൈകുന്നേരം ഞങ്ങൾക്കൊരു വെഡ്ഡിങ് റിസപ്ഷന് പോകാനുണ്ട്. എൻ്റെ ഒരു കോളേജ് ഫ്രണ്ടിൻ്റെ വെഡ്ഡിങ് ആണെന്ന്. കല്യാണം ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങൾ റിസപ്ഷന് പോകാമെന്ന് വിചാരിച്ചു. എൻ്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ട്, കുട്ടൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ കല്യാണത്തിനൊക്കെ പോയിട്ട് ഞാൻ മെയിനായിട്ട് കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. സോ പിന്നെ നാളെ തിരിച്ചു പോകും. ഇന്നൊരു സൺഡേ ആണ്. സോ അപ്പോൾ ഹസ്ബൻഡ് വന്ന പാടെ തന്നെ പിന്നെ ഷുട്ട് ഉറങ്ങി. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചു. ഫുഡ് കഴിക്കുന്ന ഞാൻ എടുക്കാൻ വിട്ടുപോയി, ഓർത്തില്ല പെട്ടെന്ന്. സോ ഉറക്കവും പരിപാടിയും ഒക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് ഇതാ ഷുട്ടു അച്ചാച്ചൻ ഉറങ്ങുന്നതിന് ഭയങ്കര അച്ഛനും പോയി ഡിസ്റ്റർബ് ചെയ്യുന്ന സീനാണ് കാണുന്നത്. ഇനി അവൾക്ക് ചോറ് കൊടുക്കാണ്. അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം ഫ്രഷ് ആവണം വേഗം. അങ്ങനെ ആ ഷുട്ടുവിന് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞു. ഇനി അവളെ കുളിപ്പിക്കുകയൊക്കെ വേണം. ഞാൻ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അവൾ അപ്പുറത്ത് ചേച്ചിമാരുടെ കൂടെ കളിക്കാൻ വേണ്ടി പോയിരിക്കുന്നു കുറച്ച് സമയം. അപ്പോൾ ഇന്ന് അവിടെയാണ് പ്ലേ ടൈം. അപ്പോൾ ഇനി ഞാൻ വേഗം കുളിക്കേണ്ട പരിപാടിയൊക്കെ നോക്കട്ടെ. ഞാൻ പറഞ്ഞില്ലേ നമുക്കൊരു വെഡ്ഡിങ് റിസപ്ഷന് പോകാനുണ്ട്. ഇനിയിപ്പം ടൈം വേഗം ഇങ്ങനെ പോവും. ഇപ്പം തന്നെ സമയം 4 മണിയായി. ഷുട്ടു ഇനിയും കളിക്കാൻ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചിരുന്ന പിന്നെ ഞാൻ കുളിക്കാമെന്ന്. അങ്ങനെ എൻ്റെ വേഗം മേലൊക്കെ കഴുകി ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് സെറ്റായി. ഇനി ചായ കുടിക്കണം. ചായ വെച്ചിട്ട് ബാക്കി പരിപാടി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് ചായ ഉണ്ടാക്കാം. ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ കട്ടൻ ചായയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. പാൽ ചായ മോസ്റ്റ്ലി ഞാൻ രാവിലെ മാത്രമേ കുടിക്കാറുള്ളൂ. ഗ്രീൻ ടീ തീർന്നത് കൊണ്ടാണ് കട്ടനെങ്കിലും. അപ്പോൾ ഇതാ ഞങ്ങളങ്ങനെ ചായയൊക്കെ കുടിക്കുകയായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് കുട്ടൻ എന്നെ കാണിക്കല്ലേ എന്ന് പറഞ്ഞ് ഉറക്കെ എഴുന്നേറ്റ് വന്നതിൻ്റെ ആ ഒരു ഇതിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ ഷുട്ടൂന് കുറച്ച് സമയം സ്ക്രീൻ ടൈം കൊടുത്തു. ബിക്കോസ് ഞാൻ ഇപ്പോൾ റെഡിയാവാൻ പോവാണ്. ഞങ്ങൾക്ക് റിസപ്ഷന് പോകണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇവള് ഭയങ്കരമായിട്ട് അലമ്പാവും. അതുകൊണ്ട് ഞാൻ കുറച്ച് സമയം TV അവിടെ വെച്ചു കൊടുത്തു. സോ ഇനി പോയി റെഡി ആവണം. അപ്പൊ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഇതെന്റെ സിസ്റ്റർ ഇൻ ലോന്റെ സാരി ആയിരുന്നു. അവൾ ഏതോ ഫംഗ്ഷന് വേണ്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന. ആൾ സ്ഥലത്തില്ലാത്തതുകൊണ്ട് ഞാൻ അടിച്ചു മാറ്റി. സോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ റെഡിയായി പോവാണ്. ഞങ്ങളുടെ വീടിന് ഒരു 2 സ്റ്റോപ്പ് അപ്പുറം, 2ഓ 3ഓ അത്രയേ ഉള്ളൂ. അതിനെന്താ ഞങ്ങൾ വെന്യൂലെത്തി. നല്ല തിരക്കായിരുന്നു. ഞങ്ങൾ ആ ഒരു ടൈം തന്നെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം അവരെ കണ്ട് ഫോട്ടോസൊക്കെ എടുത്ത് അപ്പം തന്നെ ഫുഡ് കഴിക്കാൻ പോയി. ബിരിയാണി ആയിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു. ഇതാണ് ഞങ്ങളുടെ കല്യാണ ചിക്കനും കല്യാണ പെണ്ണും. അങ്ങനെ ഭയങ്കര റഷ് ആയതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് സമയം അവിടെ തിരിഞ്ഞ് കളിച്ച് വേഗം വീട്ടിലേക്ക് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. റോഡ് ഫുള്ള് വണ്ടിയായിരുന്നു. ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അങ്ങനെ കല്യാണവും പരിപാടിയും ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ വീട്ടിലെത്തി. ഇനി പിന്നെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. ആൻഡ് ഇനി കുറച്ച് കഴിയുമ്പോൾ ഷുട്ടൂന് കുറച്ച് ഓട്സ് കൊടുക്കണം. അല്ലെങ്കിൽ അവർക്ക് രാത്രി ആകുമ്പം കുറച്ച് വിശക്കും. അതുകൊണ്ട് വേറെ പിന്നെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. പിന്നെ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് നല്ലൊരു അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. എല്ലാവരും പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ടാറ്റാ.